കണ്ണൂർ നാറാത്ത് എക്സൈസിന്റെ വൻ മയക്കുമരുന്നുവേട്ട. മെത്താഫെറ്റമിനും കഞ്ചാവും ഹൈബ്രിഡ് കഞ്ചാവും LSD സ്റ്റാമ്പും പിടിച്ചെടുത്തു. നാറാത്ത് സ്വദേശി മുഹമ്മദ് ഷഹീൻ യൂസഫ്, കൈരളം സ്വദേശി മുഹമ്മദ് സിജാഹ എന്നിവർ പിടിയിലായിട്ടുണ്ട്. പ്രതികൾ ഉപയോഗിച്ച വാഹനവും കസ്റ്റഡിയിൽ എടുത്തു. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ ചേരുന്നു. നിഖിൽ, സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ വലിയ തോതിലുള്ള ലഹരി മരുന്ന് വേട്ട നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കണ്ണൂരിൽ ഏത് ഭാഗത്ത് നിന്നാണ് ഈ ലഹരി മരുന്നുകൾ കണ്ടെത്തിയിരിക്കുന്നത്? ഈ പിടിയിലായവർക്ക് പുറമെ കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുള്ളതായി സംശയിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി പത്മ, കണ്ണൂർ മയ്യിൽ നാറാത്ത് TC ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് 2 നില വീട് കേന്ദ്രീകരിച്ചായിരുന്നു ഈ പ്രതികൾ ഉണ്ടായിരുന്നത്. അവിടെയാണ് ഇവർ ഈ ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചു വച്ചിരുന്നത്. അവിടെ വെച്ചാണ് ഇന്നലെ വൈകിട്ടോടുകൂടി എക്സൈസ് സംഘം എത്തി ഇവരെ പിടികൂടുകയും ഈ പറയുന്ന 17 ഗ്രാം മെത്താഫിറ്റമിൻ, 2.55 കിലോഗ്രാം കഞ്ചാവ്, 93.65 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ്, 35 മില്ലിഗ്രാം LSD സ്റ്റാമ്പ് എന്നിവ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഈ നാട്ടുകാർക്കോ പോലീസിനോ എക്സൈസിനോ ഒരു വിധത്തിലും സംശയം തോന്നാത്ത രീതിയിലായിരുന്നു ഇവരുടെ പ്രവർത്തനം. 2 നില വീട്, അതിന് മുന്നിലൊരു ആഡംബര കാറ്, അങ്ങനെ ആർക്കും ഇതൊരു ലഹരി വിൽപ്പന കേന്ദ്രം അല്ലെങ്കിൽ ലഹരി സംഭരിച്ചു വയ്ക്കുന്ന ഒരു കേന്ദ്രമാണ് എന്ന ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. പക്ഷേ എക്സൈസിന് പെട്ടെന്ന് ലഭിച്ചൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസ് അവിടെ പരിശോധനയ്ക്ക് എത്തുന്നത്. ആ സമയത്ത് ഇവർ 2 പേരും അവിടെ ഉണ്ടായിരുന്നു. ഇവരെ പിടികൂടുന്നു. ഇത്തരത്തിൽ തങ്ങളുടെ പ്രദേശത്ത് വലിയൊരു ലഹരി കേന്ദ്രമായി പ്രവർത്തിക്കുന്നു എന്ന് അറിഞ്ഞതോടുകൂടി നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി എത്തി. നാട്ടുകാർ ഇവരെ കൈകാര്യം ചെയ്യുന്നത് വരെ കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഈ എക്സൈസ് സംഘം ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് കോടതിയിൽ ഹാജരാക്കുകയുമായിരുന്നു. ഇവരുടെ വിൽപ്പന രീതിയിൽ ഉൾപ്പെടെ ഈ എക്സൈസിൻ്റെ കണ്ണുവെട്ടിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ഇവർ പയറ്റിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ ഏതെങ്കിലും ഒരു സ്ഥലം കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ വാഹനത്തിൽ പോയി ഒരു സ്ഥലത്ത് വാഹനം നിർത്തിയോ ഈ ലഹരി വസ്തുക്കൾ, അതായത് MDMA ആയാലും കഞ്ചാവായാലും ഒക്കെ കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എക്സൈസ് വലിയ രീതിയിലുള്ള നിരീക്ഷണം തുടരുന്നതിനാൽ പിടിയിലാകും എന്ന് ഇവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇവർ പുതിയ വഴികൾ കണ്ടെത്തിയാണ് ഇത്തരത്തിൽ ലഹരി വിൽപ്പന നടത്തുന്നത്. അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഈ തിരിച്ചറിയാനും ഒക്കെയുള്ള സൗകര്യത്തിന് വേണ്ടി ആദ്യം ഇലക്ട്രിക് പോസ്റ്റുകളോട് ചേർന്ന് ഒക്കെ ഈ ലഹരി വസ്തുക്കൾ ചെറിയ പാക്കറ്റുകളിലാക്കി കൊണ്ടുവയ്ക്കും. അവിടെ വെച്ച് അതിൻ്റെ ഫോട്ടോ എടുത്ത് നേരത്തെ ഇവരുമായി ബന്ധപ്പെട്ട ആവശ്യക്കാർക്ക് വാട്സാപ്പ് വഴി കൈമാറും. ഇങ്ങനെ കൈമാറിയതിന് ശേഷം ഈ ആവശ്യക്കാരൻ ഗൂഗിൾ പേ വഴി പണം ഇവർക്ക് നൽകിക്കഴിഞ്ഞാൽ ഉടൻ ഏത് സ്ഥലത്താണോ ഈ ലഹരി വസ്തു വച്ചിരിക്കുന്നത് ആ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഇവർ ഗൂഗിൾ മാപ്പിൽ നിന്ന് ആ ലൊക്കേഷൻ കൃത്യമായി ഈ ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എക്സൈസിന് ഇതാരാണ്, എവിടെയാണ് വിതരണം ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെയൊരു രീതിയിലാണ് ഇപ്പോൾ വ്യാപകമായി ഈ ലഹരി വസ്തുക്കളുടെ കൈമാറ്റം നടക്കുന്നത്, മയക്കുമരുന്നുകളുടെ കൈമാറ്റം നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനൊപ്പം തന്നെ മറ്റൊരു രീതി കൂടി അവലംബിക്കുന്നതായി നമുക്ക് സൂചനകൾ ലഭിക്കുന്നുണ്ട്. അതായത് ഈ ആവശ്യക്കാരൻ അവരുടെ ഇരുചക്ര വാഹനവും എടുത്ത് ഈ വിൽപ്പനക്കാരൻ നിൽക്കുന്ന ഇടത്തേക്ക് എത്തുന്നു. സാധാരണഗതിയിൽ അയാളെ ബൈക്കിൽ പിക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഈ സമയത്ത് ചെറിയ പാക്കറ്റുകളിലാക്കി കയ്യിൽ വെച്ച ലഹരി വസ്തു, ഈ മയക്കുമരുന്ന് ഈ ബൈക്ക് ഓടിക്കുന്ന അല്ലെങ്കിൽ ഇരുചക്ര വാഹനം ഓടിക്കുന്ന ആളുടെ പോക്കറ്റിലേക്ക് ഇടുകയും പിന്നീട് തൊട്ടടുത്ത സ്ഥലത്ത് ഇയാളെ ഇറക്കി വിടുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള വഴികളിലൂടെ ലഹരി വിൽപ്പന വളരെ വ്യാപകമായി നടക്കുന്നത് കൊണ്ട് തന്നെ എക്സൈസിന് കൃത്യമായി ഇവരെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പരിശോധനകളിലാണ് പലപ്പോഴും പിടികൂടുന്നത്. പക്ഷേ വ്യാപകമായ രീതിയിൽ ഈ ലഹരി വിൽപ്പന, മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നു എന്ന് തന്നെയാണ് എക്സൈസിന് മനസ്സിലാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വരും ദിവസങ്ങളിൽ നിഖിൽ അളവൂരാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.